യേശുനാഥൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുവാൻ, കുഞ്ഞുങ്ങളെപ്പോലെയാകുവാൻ മനസ്സാകുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ കൈവച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. 4 പ്രധാന സാന്നിധ്യങ്ങളാണ് ഈ സുവിശേഷത്തിൽ നാം കാണുന്നത്. 1 കർത്താവായ യേശുനാഥൻ, 2 ശിഷ്യന്മാർ, 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന ജനം, 4 കുഞ്ഞുങ്ങൾ. ഈ 4 സാന്നിധ്യങ്ങളെയും ഒറ്റ വാക്യത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാമെങ്കിൽ പിതാവായ ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ 4 വ്യത്യസ്ത ഭാവങ്ങളാണ് ഇവർ. ഒന്നാമതായി, നിന്ദിക്കുന്ന ശിഷ്യന്മാരും നിരാശരായ മാതാപിതാക്കളും. യേശുവും തൻ്റെ ശിഷ്യന്മാരും ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. ദൈവരാജ്യത്തെ പ്രഘോഷിക്കുന്ന സുവിശേഷം കർത്താവായ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്കും ദൈവജനത്തിനും നൽകി ഗാഗുൽത്തായിലേക്ക് കുരിശ് മരണത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നതാണ് ഇതിവൃത്തം. ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവായ യേശുനാഥൻ ശിഷ്യന്മാരോട് പറയുമ്പോൾ ശിഷ്യന്മാർ ഈ ഭൂമിയിലുള്ള രാജ്യത്തെക്കുറിച്ച് അമിതമായി ചിന്തിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നടന്നു. യേശുനാഥൻ്റെ ജെറുസലേം പ്രവേശനത്തിലെ ഓശാന പാടലും ആരവങ്ങളും ശിഷ്യന്മാരുടെ കർണപുടങ്ങളിൽ ഇപ്പോഴും നിറഞ്ഞു നിന്നു. വീണ്ടും ഗാഗുൽത്തായിലേക്ക് കർത്താവായ യേശുനാഥൻ പോകുമ്പോൾ അവരുടെ ഉള്ളം നിറഞ്ഞു നിന്നത് ഈ ഭൂമിയിലെ അധികാരിയായി മാറുവാൻ പോകുന്ന ക്രിസ്തു എന്ന രാജാവിനെ കുറിച്ച് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഒരുപോലെ ശകാരിച്ച് മാറ്റി നിർത്തേണ്ടി വന്നത്. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നില്ല അവരുടെ ഉള്ളിൽ. എന്നാൽ കർത്താവായ യേശുനാഥൻ അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ. കാരണം ഞാൻ പ്രഘോഷിക്കുന്ന ഈ സുവിശേഷം, ഈ സ്വർഗരാജ്യം, ദൈവരാജ്യം ഇവരെ പോലെ ഉള്ളവരുടേതാണ് എന്ന്. സുഭാഷിത പുസ്തകം 22-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരം പറയും: കുട്ടികളെ അവർ പോകേണ്ട വഴിയിൽ പരിശീലിപ്പിക്കുക, അവർ വൃദ്ധരായാലും അത് വിട്ടുമാറുകയില്ല. കുഞ്ഞുങ്ങളെ ദൈവദാനമായി ലഭിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൽ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിൽ അവരെ പരിശീലിപ്പിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 2, കുട്ടികളെ യേശുവിൽ നിന്നും അകറ്റി നിർത്തുവാൻ, ദൈവരാജ്യ സുവിശേഷത്തിന് പുറത്തു നിർത്തുവാൻ അവരെ ശകാരിച്ച ശിഷ്യന്മാരെ ക്രിസ്തുനാഥൻ ശകാരിക്കുന്നു. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. ദൈവരാജ്യത്തിൻ്റെ മാതൃകകളായി കർത്താവായ യേശുനാഥൻ കുഞ്ഞുങ്ങളെ എടുത്തു കാട്ടുന്നു. കുട്ടികൾ ശക്തിയില്ലാത്തവരും മാതാപിതാക്കളെ ആശ്രയിക്കുന്നവരുമാണ്. നാം സ്വർഗസ്ഥനായ പിതാവിനെ ആശ്രയിക്കണം. കുട്ടികളെ എപ്പോഴും അവരെക്കാൾ ഉന്നതമായ ദൈവ അനുഭവം ഉള്ളവരിലൂടെ വളർത്തേണ്ടതും അവർ വളരേണ്ടതും ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അവർ ക്രിസ്തുവിശ്വാസത്തിൽ സ്നേഹിക്കപ്പെടണം, ക്രിസ്തുവിശ്വാസത്തിൽ പരിശീലിപ്പിക്കപ്പെടണം, ക്രിസ്തുവിശ്വാസമുള്ളവരിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഇതാണ് കുട്ടികൾ മതബോധന ക്ലാസ്സുകളിലും പ്രാർത്ഥനകളിലും കൂദാശകളിലൂടെയും കടന്നു പോകേണ്ടതിൻ്റെ ആവശ്യകത. അങ്ങനെയെങ്കിൽ നാം നമ്മേക്കാൾ വിശ്വാസമുള്ളവരിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ദേവാലയ അനുഭവം, കൂദാശ അനുഭവം. അങ്ങനെയെങ്കിൽ ആത്യന്തികമായി നാമൊക്കെയും സഭ തന്നെയും കടന്നു പോകുന്നത് ക്രിസ്തുവിലൂടെയാണ്. അതാണ് ദൈവരാജ്യ അനുഭവം, ശിശുതുല്യമായ സമ്പൂർണത. 2, കുഞ്ഞുങ്ങളെ കടന്നു വരുവാൻ അനുവദിക്കുന്നത് ദൈവമാണ്. 100-ാം സങ്കീർത്തനം 5-ാം വാക്യം പറയും: യഹോവ നല്ലവനാണ്, നല്ലവനായ ദൈവമാണ് അവർക്ക് ജന്മവും ജീവനും ഏകുന്നത്. 139-ാം സങ്കീർത്തനം 13-ാം വാക്യം പറയും: നീ എൻ്റെ ഉള്ളിനെ രൂപപ്പെടുത്തി. നല്ലവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ ഉള്ള് അന്തരംഗം രൂപപ്പെടുന്നത്. അത് ദൈവസ്പർശനത്താൽ ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന ഏറ്റവും വലിയ ആത്മീയ വളർച്ചയാണ്, വളർത്തലാണ്. 3, ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം പറയും: രക്ഷയുടെ സിംഹാസനത്തിലിരിക്കുന്ന നമ്മുടെ ദൈവത്തിനും കുഞ്ഞാടിനും ഉള്ളതാണ്
നിത്യമായ രക്ഷ. ഇതിലേക്ക് ചേർന്ന് നിൽക്കുവാനാണ് നാം കുഞ്ഞുങ്ങളായി തീരേണ്ടത്. ക്രിസ്തുവിനാൽ നാം ദൈവത്തിൻ്റെതായി തീരണം. റോമാ ലേഖനം 8-ാം അധ്യായം പറയുന്നത് പോലെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അതിനാൽ നമുക്ക് ദൈവത്തിൻ്റെ മക്കളാകുവാൻ എപ്പോഴും കുഞ്ഞുങ്ങളെപ്പോലെ ദൈവത്തോട് ചേർന്നിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹമോടെ മാറിൽ ചേർത്തിടും കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഈശോയെ നോക്കി കൈകൾ കൂപ്പിടുമ്പോൾ ഈശോ വന്ന സ്നേഹമോടെ മാറിൽ ചേർത്തിടും. കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഈശോയെ നോക്കി പ്രാർത്ഥന ചൊല്ലിടുമ്പോൾ ഈശോ വന്ന പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നിടും. കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഈശോയെ കണ്ണു തുടച്ച് ഉമ്മകൾ